ഹല്ലേലൂയ. നിങ്ങൾക്കെല്ലാവർക്കും യേശുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. വീണ്ടും ഒരുമിച്ച് ദൈവവചനത്തിൽ നിന്ന് ചിന്തിക്കുവാൻ, കർത്താവിന് ഒരുമിച്ച് സ്തോത്രം ചെയ്യാൻ കർത്താവ് ഇടയാക്കിയതിനായി കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. യേശു മാറാത്തവനായി, നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ സാഹചര്യങ്ങളിലും നമ്മളെ കരുതുന്നവനായി, നമുക്ക് വേണ്ടി എല്ലാം ചെയ്തവനായി, നമുക്ക് വേണ്ടി ജീവിക്കുന്നവനായിട്ട് വചനം പറയുന്നത് നമുക്ക് വേണ്ടി സദാ പക്ഷപാതം ചെയ്യുന്നവനാകിയാൽ, സദാ നമുക്ക് വേണ്ടി ജീവിക്കുന്നവനാകിയാൽ, പക്ഷപാതം ചെയ്യുന്നവനായി, നമുക്ക് വേണ്ടി സംസാരിക്കുന്നവനായിട്ട് യേശു ജീവിക്കുന്നുണ്ട്. ഒന്നിലും കുറവില്ലാതെ, ഒന്നിലും വീണു പോകാതെ, ഒന്നിലും തളർന്നു പോകാതെ നടത്തുന്ന ദൈവം, കരുതുന്നവൻ, സ്നേഹിക്കുന്നവൻ, മാനിക്കുന്നവൻ ഇന്ന് നമ്മുടെ കൂടെ ആ കർത്താവിൻ്റെ ജീവനിൽ, ആ കർത്താവിൻ്റെ ആ കൃപയിൽ നമുക്ക് ജോയിൻ ചെയ്യാൻ പറ്റിയത് എന്തു വലിയ ഭാഗ്യമല്ലേ. ഹല്ലേലൂയ. നമ്മൾ ഈ ദൈവവചനം കേൾക്കുമ്പോൾ ശരിക്കും ദൈവത്തിൻ്റെ വചനം എന്ന് പറയുമ്പോൾ പറയുന്നതിനെ പ്രവർത്തിക്കാൻ കഴിയുന്നതാണ് ദൈവവചനം. നമ്മൾ ഒരു വ്യക്തി ഒരു പ്രയാസത്തിലായിരിക്കുമ്പോൾ നമ്മൾ അവരോട് പറയുക, പോട്ടെ സാരമില്ല. നമ്മൾ നോർമലി പറയുന്ന ഒരു വാക്കാണല്ലോ, കുഴപ്പമില്ല, സാരമില്ല, എല്ലാം ശരിയാവും. നമുക്ക് നമ്മളെ ഒരു മനുഷ്യൻ്റെ നിലയിൽ നമ്മൾ പറയും എല്ലാം ശരിയാവും, പോട്ടെ സാരമില്ല എന്ന്. മാനുഷികമായിട്ട് നമ്മളൊരു വാക്ക് പറയുമ്പം എല്ലാം ശരിയാകും എന്ന് നമ്മളൊരു വാക്ക് പറയാം. പക്ഷേ എൻ്റെ കർത്താവ് പറയുകയാണ്, അത് അത്ഭുതം നടക്കും, അത് വിടുവിക്കപ്പെടും, അത് ശരിയാകും എന്നൊരു വാക്ക് എൻ്റെ ദൈവം പറഞ്ഞാൽ, എൻ്റെ യേശു പറഞ്ഞാൽ അത് സംഭവിച്ചിരിക്കും. കാരണം കർത്താവിൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന വചനത്തിന് ക്രിയേറ്റീവ് പവറുണ്ട്. സൃഷ്ടിക്കുന്ന ശക്തി ദൈവത്തിൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന വചനങ്ങൾക്കുണ്ട്. ആകയാൽ പ്രിയപ്പെട്ടവരെ, ഈ ദൈവവചനത്തെ കേൾക്കുമ്പോൾ വചനം അത് ഈ ദൈവവചനമാകുന്നത് കൊണ്ട് തന്നെ ഇത് ആർക്കേലും വേണ്ടിയുള്ളതല്ല. എവിടെയോ ഇപ്പോൾ ഒരുപക്ഷെ നിങ്ങൾ ഇപ്പോൾ ലൈവിൽ ഇപ്പോൾ ടിവിയുടെ മുമ്പിൽ നിങ്ങൾ എന്നെ കാണുകയായിരിക്കാം, ഇല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മാധ്യമത്തിലൂടെ നിങ്ങളിത് കണ്ടാലും, എവിടെ ഇരുന്ന് നിങ്ങളിത് കണ്ടാലും, ഏത് മാധ്യമത്തിൽ കൂടെ നിങ്ങൾ കണ്ടാലും, ഹല്ലേലൂയ, ആമേൻ, അവിടെ പറയുന്ന വചനം അതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ നിവർത്തിക്കുവാൻ ശക്തിയുള്ളതാണ് ദൈവവചനം. ആമേൻ. അതുകൊണ്ടാണ് നമ്മൾ ദൈവവചനത്തിൽ കാണുന്നത്, പത്രോസ് രാത്രി മുഴുവൻ മീൻ പിടിച്ചു, കൂട്ടുകാർ ഉൾപ്പെടെ നന്നായിട്ട് ശ്രമിച്ചു, മാക്സിമം അവർ ട്രൈ ചെയ്തു. പക്ഷേ അറ്റ് ലാസ്റ്റ് അവരുടെ ഹോപ്പ് പോയതുപോലെ ആയിപ്പോയി, ഒന്നും കിട്ടിയില്ല. അവർ മതിയാക്കിയേക്കാം, ഇനി എന്തോ ചെയ്യാനാ, നിർത്തിയേക്കാം എന്ന് അവർ പ്ലാൻ ചെയ്ത് നിർത്തുന്ന സമയത്ത്, വല കഴുകിക്കൊണ്ടിരിക്കുന്ന സമയത്ത് യേശു അവിടെ വന്നു. യേശു പറഞ്ഞു, നീ പടക് കുറച്ച് ആഴത്തിലേക്ക് നീക്കാൻ പറഞ്ഞു. അവർ പടക് ആഴത്തിലേക്ക് നീക്കി, കുറച്ചുകൂടെ അങ്ങോട്ട് പോയി. യേശു പടകിൽ കയറി അവിടെ നിന്ന് പുരുഷാരത്തോട് ദൈവവചനം സംസാരിച്ച യേശു പത്രോസിനോട് പറഞ്ഞു, പത്രോസേ, നീ ഈ പടകിനെ നീക്കി ആഴത്തിലേക്ക് കൊണ്ടുപോയി മീൻ പിടിക്കാൻ പറഞ്ഞു. ആഴത്തിലേക്ക് പോയി വല വീശാൻ പറഞ്ഞു. പത്രോസ് പറഞ്ഞു, നാഥാ, ഞങ്ങൾ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടിയില്ല, പക്ഷെ അങ്ങയുടെ വാക്കിന് ഞാൻ വലയിറക്കുക. ആ വാക്ക് കേട്ടപ്പോൾ ദൈവവചനത്തിൽ പറയുന്ന ഇതാണ്, ആ പത്രോസിന്റെ പടക് മാത്രമല്ല, കൂടെയുള്ള പടകുകളും കൂടെ നിറയത്തക്കവണ്ണം, ഹല്ലേലൂയ, ഒരു വലിയ മീൻപിടുത്തത്തിന്, ഒരു പെരുത്ത മീൻപിടുത്തം അവർക്കുണ്ടായി. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അത് പത്രോസിന്റെ ജീവിതത്തിൽ ഒരു വഴിത്തിരിവായിട്ടത് മാറി. കർത്താവ് എന്തെങ്കിലും പറഞ്ഞാണോ, ആ പറഞ്ഞ വാക്കിന് ക്രിയേറ്റീവ് പവറുണ്ട്. അതുകൊണ്ട് തന്നെ ശതാധിപൻ യേശുവിൻ്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, കർത്താവേ, എൻ്റെ വേലക്കാരൻ സുഖമില്ലാതിരിക്കുക, നീ ഒന്ന് വന്ന് സൗഖ്യമാക്കണം. യേശു വരുന്ന വഴിക്ക് ആളെ അയച്ചിട്ട് പറഞ്ഞു, ഇല്ല കർത്താവേ, അങ്ങ് വരരുത്, എൻ്റെ പുരയ്ക്കകത്ത് വരാൻ, എൻ്റെ വീട്ടിൽ വരാൻ, എൻ്റെ വീട്ടിൽ വരാൻ ഞാൻ യോഗ്യനല്ല. പക്ഷെ എനിക്കൊരു കാര്യം അറിയാം, ഞാൻ അധികാരത്തിന് കീഴുള്ളവനാണ്, എൻ്റെ കീഴിലും അധികാരികളുണ്ട്. ഞാൻ ഒരുവനോട് പോക എന്ന് പറഞ്ഞാൽ പോകുന്നു, ഒരുവനോട് വരിക എന്ന് പറഞ്ഞാൽ വരുന്നു. അങ്ങനെയാണ് കർത്താവ്, നീ ഒരു വാക്ക് പറഞ്ഞാൽ മതി, എൻ്റെ വേലക്കാരൻ സൗഖ്യമാവും. പ്രിയപ്പെട്ടവരെ, അതുപോലെ തന്നെ യേശു പറഞ്ഞു, നടക്കട്ടെ എന്ന് പറഞ്ഞ് അത് സംഭവിക്കട്ടെ. വിശ്വാസത്തെക്കുറിച്ച് കർത്താവ് അവിടെ പറയും, ഇത്ര വലിയ വിശ്വാസം, അവന്റെ വിശ്വാസം പോലെ അത്ഭുത വിടുതൽ. യേശു ഫിസിക്കലി ആ വീട്ടിൽ പോകാതെ തന്നെ ആ വേലക്കാരന് സൗഖ്യം വന്നു. അതുപോലെ തന്നെ നമ്മൾ കാണുന്നത്, ഹല്ലേലൂയ, ആമേൻ, കാനാവിലെ കല്യാണ വീട്ടിൽ എല്ലാം ഒരുക്കി വെച്ചു. വിവാഹ ശുശ്രൂഷയ്ക്ക് വളരെ മനോഹരമായി ഭംഗിയായിട്ട് നടന്നു, കാര്യങ്ങൾക്ക് വളരെ സന്തോഷമായിട്ട് അങ്ങനെ കഴിയുന്ന സമയത്ത് പെട്ടെന്ന് വീഞ്ഞ് കുറവ് വന്നു.
വീഞ്ഞ് കുറവ് വന്നപ്പോൾ യേശുവിൻ്റെ അമ്മ മറിയ യേശുവിൻ്റെ അടുക്കൽ ഓടി വന്നിട്ട് പറഞ്ഞു, അവർക്ക് വീഞ്ഞ് പോരാ. യേശു പറഞ്ഞു, സ്ത്രീയെ എനിക്കും നിനക്കും തമ്മിൽ എന്ത്? ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് ഈ മറിയ നേരെ വേലക്കാരുടെ അടുത്ത് പോയിട്ട് പറയുക, അവൻ എന്തേലും പറഞ്ഞ അങ്ങ് ചെയ്തോണം കേട്ടോ. എന്താ കാര്യം എന്നറിയാവും? ഇവിടെ പത്രോസ് പറഞ്ഞില്ലേ, ചിലപ്പോ ഞാൻ രാത്രി മുഴുവൻ അധ്വാനിച്ചത് കർത്താവ് എന്ന് പറഞ്ഞ പോലെ തന്നെ വേലക്കാർക്ക് യേശുവിനെ അറിയത്തില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു സാധ്യതയുണ്ട്, ഈ കൽപാത്രത്തിനകത്ത് വെള്ളം നിറയ്ക്കാൻ കുഴപ്പമില്ല, വെള്ളം നിറയ്ക്കും. പക്ഷെ ഈ വെള്ളം കൂടി വിരുന്നുവാടിക്ക് കൊണ്ട് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് അവരുടെ ജോലി പോകുന്ന പണിയാണ്. കാരണം അവിടെ വീഞ്ഞിന്റെ പരിമിതിയാണ് അവിടെ ഉള്ളത്. അപ്പോൾ വെള്ളം കോരിക്കൊണ്ട് കൊടുക്കുക എന്ന് പറഞ്ഞാലോ. അതുകൊണ്ട് തന്നെ മറിയ വന്നിട്ട് പറഞ്ഞു, അവൻ എന്തെങ്കിലും പറഞ്ഞാൽ. അപ്പോൾ അവർക്കത് വരുന്ന ഇൻസ്ട്രക്ഷൻ എന്താണേലും അത് അതുപോലെ ചെയ്യാനുള്ള നിർദ്ദേശം ഇവർക്ക് കിട്ടിക്കഴിഞ്ഞിരിക്കുക. അപ്പൊ ഇവര് ആ കൽപാത്രത്തിലെ വെള്ളം കോരി വിരുന്നുവാടിക്ക് കൊണ്ട് കൊടുത്തു. അവർ വിരുന്നുവാടി രുചിച്ച് നോക്കിയാൽ ഏറ്റവും നല്ല വീഞ്ഞായിരുന്നു. അവിടെ ആ വിവാഹ ശുശ്രൂഷയുടെ ഏറ്റവും ബെസ്റ്റ് വിഭവമായിട്ട് ആ വീഞ്ഞ് അന്ന് മാറി. കാരണം എന്താ? കർത്താവിൻ്റെ വചനം കൊണ്ട് കൊടുപ്പീൻ എന്ന് പറയുന്ന വചനത്തിൻ്റെ അകത്ത് തന്നെ കൊടുക്കുമ്പോൾ തന്നെ ട്രാൻസ്ഫോം ചെയ്യുന്ന ഒരു അനോയിന്റിങ് ആ വചനത്തിൻ്റെ അകത്ത് തന്നെ ഉണ്ട്. പ്രിയപ്പെട്ട ഒരു ദൈവവചനം ഉണ്ടല്ലോ, അല്ലെങ്കിൽ അത് പറഞ്ഞാൽ പറഞ്ഞ പോലെ നിവർത്തിക്കുന്ന വചനമാണ്. ആകയാൽ നിങ്ങൾ ദൈവവചനത്തിന് മുമ്പിലിരിക്കുമ്പോൾ, ദൈവവചനം കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളൊന്ന് എക്സ്പെക്റ്റേഷനോടെ ഇരുന്നേ. നിങ്ങളൊന്ന് റെഡി ആയിക്കേ. അരമണിക്കൂറിനകത്ത് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനും ഒത്തിരി തിരക്കിൻ്റെ നടുവിലായിരിക്കാതെ ഒന്ന് ശ്രദ്ധയോടെ നിരുന്നേ. നിങ്ങളുടെ വിഷയത്തിനകത്ത് കർത്താവിന് ചിലത് ചെയ്യാനുണ്ട്. നിങ്ങളുടെ ജീവിതത്തോട് ചിലത് കർത്താവിന് സംസാരിക്കാനുണ്ട്. നിങ്ങളുടെ വ്യക്തിപരമായ വിഷയത്തിൽ ചിലതിനോട് കർത്താവിന് ഇടപെടാനുണ്ട്. ഇന്നത്തെ സാഹചര്യമായിട്ട് ബന്ധപ്പെട്ട് കർത്താവിന് നിങ്ങളോട് ചിലത് പറയാനുണ്ട്. ഒന്ന് ഇരുന്നേ. നിങ്ങളുടെ തിരക്കൊക്കെ ഒന്ന് ഒഴിവാക്കി കുറച്ച് സമയം ഒന്ന് ഈ മെസ്സേജ് കേൾക്കാനായിട്ട് ഇരുന്നേ. ഈ വചനം നിങ്ങളുടെ ജീവിതത്തിനകത്ത് ക്രിയേറ്റ് ചെയ്യുന്നതാണ്. വചനം അത്ഭുതങ്ങളെ ചെയ്യുന്നതാണ്, സ്ഥിതിയെ മാറ്റുന്നതാണ്, അവസ്ഥയ്ക്ക് രൂപാന്തരം വരുത്തുന്ന വചനമാണ് ഈ കർത്താവിൻ്റെ വചനം. ആകയാൽ പ്രിയപ്പെട്ടവരെ, ഈ ദൈവവചനത്തോടുള്ള നിങ്ങളുടെ റെസ്പോൺസ്, ആ പ്രതികരണം ജീവിക്കുന്ന വചനമെന്ന നിലയിൽ നിങ്ങൾ കണ്ടുകൊണ്ട് ഈ വചനത്തിന് മുമ്പിലേക്ക് വന്നിരിക്കാമോ? കർത്താവ് നിങ്ങളിൽ ഇപ്പോൾ അത്ഭുതം ചെയ്യാൻ കർത്താവ് മതിയായവനാണ്. ഹല്ലേലൂയ. റോമാലേഖനത്തിൽ അതിൻ്റെ 8-ാം അധ്യായത്തിൻ്റെ അതിൻ്റെ 18-ാം വാക്യം, റോമാലേഖനം 8-ാം അധ്യായം 18-ാം വാക്യം, ദൈവവചനത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു. നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല. വെളിപ്പെടാനിരിക്കുന്ന തേജസ് നമുക്ക് ഇപ്പോഴത്തെ ഈ പ്രസന്റ് ലെവൽ സിറ്റുവേഷൻ, ഇപ്പോൾ പ്രസന്റ് ടൈമിലുള്ള പ്രോബ്ലംസ്, അതിനെ വെളിപ്പെടാനുള്ള മഹത്വമായിട്ട് താരതമ്യം ചെയ്തു നോക്കിയാൽ ഇപ്പോഴത്തെ വിഷയം സാരമില്ല. കാരണം കൊലോസ്യ ലേഖനത്തിൻ്റെ 1:13 എഴുതിയിരിക്കുന്നത്, പിതാവിന് നിങ്ങൾ സ്തോത്രം ചെയ്യണം. എന്തിനാ സ്തോത്രം ചെയ്യേണ്ടത്? നമുക്ക് വായിക്കാം. കൊലോസ്യ ലേഖനം അതിൻ്റെ 1-ാം അധ്യായം 13-ാം വാക്യം. നമ്മെ ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് തൻ്റെ സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കി വെച്ചു. നമ്മളെ ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ചു. ഇരുട്ടെന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അവ്യക്തത അല്ലേ? നമുക്ക് കാണാൻ സാധിക്കുന്നില്ല, മുന്നോട്ടൊന്നും കാണാൻ പറ്റുന്നില്ല, മുൻപിലുള്ളതൊന്നും നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. അവ്യക്തതയാണ്. ആരുമില്ല എന്ന് തോന്നൽ വരാം, ഒറ്റപ്പെട്ടെന്ന് തോന്നൽ വരാം, ഇരുട്ടിൻ്റെ അകത്തായിപ്പോൾ. അപ്പൊ എന്താ ചെയ്ത്? കർത്താവ് ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ചിട്ട് പുത്രന്റെ രാജ്യത്തിലാക്കി, യേശുവിൻ്റെ രാജ്യത്തിലാക്കി. യേശു പറഞ്ഞത്, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകും, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകും. യേശുവിനെ കുറിച്ച് യോഹന്നാന്റെ സുവിശേഷത്തിൽ പറയുന്നത്, 1-ാം അധ്യായത്തിൽ പറയുന്നത്, ഏതു മനുഷ്യനെ പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചം ഭൂമിയിലേക്ക് വന്നുകൊണ്ടിരുന്നു. അപ്പൊ യേശു ഏതു മനുഷ്യനെ പ്രകാശിപ്പിക്കുന്ന വെളിച്ചമാണ്. പുത്രന്റെ രാജ്യത്തിലാക്കി എന്ന് പറഞ്ഞാൽ വെളിച്ചത്തിലാക്കി. വെളിച്ചത്തിലായപ്പോൾ എന്താണ് പ്രത്യേകത? ഇത്രയും നേരം എൻ്റെ മുമ്പിൽ എന്തൊക്കെയോ ഉണ്ടായിരുന്നു. നന്മകളുണ്ട്, അനുഗ്രഹമുണ്ട്, ഉയർച്ചയുണ്ട്, വാഴ്ചയുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ ഇരുട്ടുണ്ടായിരുന്നുകൊണ്ട് എൻ്റെ കണ്ണ് അന്ധമായി പോയി, എനിക്ക് കാണാൻ പറ്റിയില്ല. പക്ഷെ വെളിച്ചം വന്നപ്പോൾ അവിടെ പുതുതായിട്ടൊന്നും സൃഷ്ടിച്ചൊന്നുമില്ല.
സൃഷ്ടിച്ച എല്ലാം അവിടെ തന്നെ ഉണ്ട്. പക്ഷെ വെളിച്ചമാണ് പ്രത്യേകിച്ച് അവിടെ ഉണ്ടായത്. വെളിച്ചം ഉണ്ടായപ്പോഴത്തെ പ്രത്യേകത തന്നെ, വെളിച്ചം ഉണ്ടായപ്പോൾ തന്നെ എൻ്റെ മുമ്പിലുള്ളത് മുഴുവൻ എനിക്ക് കാണാൻ സാധിച്ചു. ഈ ദൈവവചനം ചെയ്യുന്ന ഒരു കാര്യം ഇതാ, നമ്മുടെ അകത്തെ പ്രകാശിപ്പിക്കുക, നമ്മുടെ ഹൃദയത്തെ പ്രകാശിപ്പിക്കുക. എന്തിനാണെന്നറിയാമോ? നിങ്ങളുടെ മുമ്പിൽ ഓൾറെഡി ഒരുക്കി വെച്ചിരിക്കുന്നതിനെ കാണത്തക്കവണ്ണം നമ്മുടെ കുരുട്ടിനെ നമ്മുടെ അന്ധതയെ മാറ്റുക എന്നതാണ് ദൈവവചനം ചെയ്യുന്നത്. ഹല്ലേലൂയ. അപ്പൊ ഇപ്പൊ നിങ്ങൾ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഇരുട്ടിനകത്ത് പെട്ടുപോയത്, അത് കാണാൻ മേലാതായി പോയത് ദൈവം ഒരുക്കി വെച്ചതാ. ദൈവം പുത്രനായ യേശുക്രിസ്തുവിലൂടെ ക്രൂശിൽ അത് തികച്ചു വെച്ച പ്രവൃത്തിയാണ്, പരിപൂർണമായ പ്രവൃത്തിയാണ്, അത് നടന്നു കഴിഞ്ഞ പ്രവൃത്തിയാണ്. പക്ഷേ അത് കാണാൻ കഴിയാത്തത് കൊണ്ട് തന്നെ മുന്നോട്ട് കാണാൻ കഴിയുന്നില്ല. നാളെ എന്ത് സംഭവിക്കും അറിയില്ല, ഇതെന്തായിത്തീരും അറിയില്ല, ഇത് എത്ര ദിവസത്തേക്ക് അറിയില്ല, ഇതിനൊരു പരിഹാരമുണ്ടോ അറിയില്ല. അങ്ങനെ അറിവില്ലായ്മ എന്തുകൊണ്ടാ? ഇരുട്ട് വന്നപ്പോ, അന്ധത വന്നപ്പോ എനിക്ക് മുമ്പോട്ട് എന്ത് സംഭവിക്കും എന്ന എനിക്ക് ഒരു അറിവുമില്ല, ഒരു ഐഡിയ എൻ്റെ മുമ്പിലില്ല. ഇതെങ്ങനെ തീരും, ഇത് എവിടെ ചെന്ന് നിൽക്കും? ഇപ്പൊ ചിലപ്പോൾ നിങ്ങളിത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ചില ചോദ്യങ്ങളുമായിട്ടായിരിക്കും ഇരിക്കുന്നത്. എത്ര ദിവസമാണ് ഞങ്ങളിങ്ങനെ കഷ്ടപ്പെടുന്നത്, ഇതന്നെ ഞങ്ങൾക്ക് മാത്രം ഇങ്ങനെ, നമ്മളെ ചിലപ്പോൾ ചോദിക്കുന്ന ചോദ്യമാണ്. അപ്പൊ ഇവിടെ നമ്മുടെ ചോദ്യങ്ങൾ, നമുക്ക് ശരിയായ നിലയിലുള്ള അറിവ് നമുക്ക് കിട്ടാതെ പോയത് എന്തുകൊണ്ടാണ്? അന്ധത വന്നതുകൊണ്ടാണ്. നമ്മുടെ കണ്ണ് കുരുടായിരിക്കുക. അതാണ് കൊരിന്ത്യ ലേഖനത്തിൽ പറയുന്നത്. 2 കൊരിന്ത്യ ലേഖനം 4-ാം അധ്യായം അതിന്റെ 4-ാം വാക്യം, ദൈവപ്രതിമയായ ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷത്തിന്റെ പ്രകാശനം ശോഭിക്കാതിരിപ്പാൻ ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സിനെ കുരുടാക്കി. ഈ ഇരുട്ടിന്റെ അധികാരത്തിൽ കിടന്ന് നമ്മളെ ദൈവം വെളിച്ചത്തിൽ, അതായത് പുത്രന്റെ രാജ്യത്തിലേക്ക് കൊണ്ടുവന്നു. ഇരുട്ടെന്ന് പറയുമ്പോൾ അവിടെ അന്ധത. എന്താണ് ഈ അന്ധത? ഒരു കണ്ണെന്ന് പറയുന്ന അവയവമുണ്ട്, പക്ഷെ കാണുന്നില്ല, കാഴ്ചയില്ല, ആക്റ്റീവ് അല്ല. അതുകൊണ്ട് തന്നെ അന്ധത ഉള്ളിടത്തോളം ദൈവം എനിക്ക് വേണ്ടി ഒരുക്കിയ ഒന്നിനെയും കാണുക എന്നതിനപ്പുറത്ത് അത് എൻജോയ് ചെയ്യാനോ ഒരു ഹോപ്പ് എനിക്കില്ല. കാരണം എനിക്ക് എന്നോട് തന്നെ ഒരു സംശയമാണ്, എന്തായിത്തീരും, ഇത് എവിടെ വരെ എത്തും, ഇതെങ്ങനെ പോകും, എങ്ങനെ തീരും? അപ്പം അവിശ്വാസികളുടെ മനസ്സിനെ പിശാച്, ഈ ലോകത്തിന്റെ ദൈവം കുരുടാക്കി. അതായത് മനസ്സിൽ കുരുട് വരിക എന്ന് പറഞ്ഞാൽ നാളത്തേത് കാണാൻ കഴിയാതിരിക്കുന്ന നിലയിൽ അവിശ്വാസം കൊണ്ടുവന്നിട്ടിരിക്കുക. അപ്പൊ ഈ അവിശ്വാസ നിമിത്തം മനസ്സ് കുരുടായി, ബ്ലൈൻഡായി. എന്നാൽ ഈ 2 കൊരിന്ത്യർ ലേഖനം 4-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം, ഇരുട്ടിൽ നിന്ന് വെളിച്ചം പ്രകാശിക്കണമെന്ന് അരുളി ചെയ്ത ദൈവം, ഇരുട്ടിൽ നിന്ന് വെളിച്ചം പ്രകാശിക്കണമെന്ന് അരുളി ചെയ്ത ദൈവം. അതായത് ഇരുട്ട് മനസ്സിനെ കുരുടാക്കി. എന്നാൽ ഇവിടെ എവിടെയാണോ ഇരുട്ടുണ്ടായത് അവിടെ നിന്ന് വെളിച്ചമുണ്ടാകട്ടെ എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? നിങ്ങളുടെ മനസ്സിനകത്തുനിന്ന് തന്നെ വെളിച്ചമുണ്ടാകട്ടെ. അതായത് നിങ്ങളുടെ അനുഗ്രഹം പുറത്തുനിന്നല്ല വരുന്നത്, നിങ്ങളുടെ വിടുതൽ എവിടുന്നോ ഏതോ ഒരു ദൈവദാസന്റെ കയ്യിൽ നിന്ന്, ഏതോ ഒരു മനുഷ്യന്റെ കയ്യിൽ നിന്നല്ല വരുന്നത്. നിങ്ങളിൽ തന്നെ, നിങ്ങളുടെ അകത്ത് തന്നെ നിങ്ങളുടെ വിടുതലിന്റെ സന്ദേശം, നിങ്ങളുടെ വിടുതലിന്റെ അഭിഷേകം, നിങ്ങളുടെ വിടുതലിന്റെ കീ നിങ്ങളുടെ കയ്യിൽ തന്നെ, നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഇരിപ്പുണ്ട്, മനസ്സിൽ തന്നെ ഇരിപ്പുണ്ട്. ഹല്ലേലൂയ. അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ആ വെളിച്ചം, സത്യ വെളിച്ചം, ആ വിടുതലിന്റെ ഗോസ്പൽ, ആ ദൈവാഭിഷേകത്തിന്റെ, ദൈവകൃപയുടെ സുവിശേഷം നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഇരിപ്പുണ്ട്. ആമേൻ. നിങ്ങളുടെ ഉള്ളിൽ തന്നെ അത് ഇരിക്കുമ്പോൾ ഹല്ലേലൂയ, അവിടെ കർത്താവ് കൽപ്പിച്ചു. കർത്താവ് എവിടെ എന്താ പറയുന്നത്? നമ്മൾ ഇരുട്ടിൽ നിന്ന് വെളിച്ചം പ്രകാശിക്കുന്ന അരുളി ചെയ്ത് എന്ന് പറഞ്ഞാൽ പറഞ്ഞു. എന്താ പറഞ്ഞേ? ഇരുട്ടിൽ നിന്ന് വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞു. അപ്പോ ഇരുട്ട് എപ്പോഴാ മാറിയത്? നിങ്ങൾ ശ്രദ്ധിക്കണം. ഈ വചനം പറഞ്ഞു, അരുൾ ചെയ്തു. അതായത് എൻ്റെ ദൈവം ഒരു വാക്ക് പറയുമ്പോൾ, അതായത് ഇരുട്ടിനെ മാറ്റുന്നത് എന്താ? വേർഡ് ഓഫ് ഗോഡ്. വേർഡ് ഓഫ് ഗോഡ്, ദൈവത്തിന്റെ വചനം നിങ്ങളുടെ അകത്തുള്ള ഇരുട്ടിനെ മാറ്റും, നിങ്ങളുടെ അകത്ത് കിടക്കുന്ന അന്ധതയെ മാറ്റും.
പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ, ഈ പ്രോഗ്രാമിലൂടെ നിങ്ങൾ എന്നെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ, ഈ കേൾക്കുന്ന വചനം നിങ്ങളിൽ ഒരു കാര്യം ചെയ്യാൻ പോവാ. മറഞ്ഞു കിടക്കുന്ന ദൈവിക നിധികളെ വെളിപ്പെടുത്തി തരാൻ പോവാ. ഹല്ലേലൂയ! അത് വെളിപ്പെട്ടു വരാൻ പോവാ. മറനീക്കി വെളിപ്പെട്ടു വരാൻ പോവാ. യെസ്, ഹല്ലേലൂയ! അത് മറനീക്കി വെളിപ്പെട്ടു വരാൻ പോവാ. യേശുവിന്റെ നാമത്തിൽ പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ! അത് മറനീക്കി പുറത്തു വരാൻ പോവാ. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. ഹല്ലേലൂയ! പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ! അവിടെ ഹല്ലേലൂയ വെളിച്ചമുണ്ടാകട്ടെ എന്ന് പറഞ്ഞു അരുളി ചെയ്തവൻ. വെളിച്ചമുണ്ടാകട്ടെ എന്ന് എൻ്റെ കർത്താവ് പറഞ്ഞപ്പോ ഹല്ലേലൂയ എന്താ സംഭവിച്ചെന്നറിയാം? ആ വാക്ക് ഇരുട്ടിന്റെ അധികാരത്തെ എടുത്തു മാറ്റി. എന്താ സംഭവിച്ച? വെളിച്ചം അവിടെ പ്രകാശിച്ചു. ഇന്ന് നിങ്ങളുടെ ജീവിതത്തിന്റെ അകത്ത് കിടക്കുന്ന അന്ധതകളെ മാറ്റുന്ന ഒരു വെളിച്ചം നിങ്ങളുടെ വീട്ടിനകത്തേക്ക് പ്രകാശിക്കാൻ പോവുക, നിങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് പ്രകാശിക്കാൻ പോവുക, നിങ്ങളുടെ ഭാവിയിലേക്ക് പ്രകാശിക്കാൻ പോവുക, നിങ്ങളുടെ ബിസിനസ്സിലേക്ക് പ്രകാശിക്കാൻ പോവുക, നിങ്ങളുടെ ശുശ്രൂഷയിലേക്ക് പ്രകാശിക്കാൻ പോവുക, നിങ്ങളുടെ ഭാവിയിലേക്ക് പ്രകാശിക്കാൻ പോവുക. ഹല്ലേലൂയ! താങ്ക് യു ജീസസ്. ആമേൻ. പ്രിയപ്പെട്ടവരെ, എന്നിട്ട് ഇത് പ്രകാശിച്ചു. ആമേൻ. എന്നിട്ട് ദൈവം അരുളി ചെയ്ത ദൈവം, യേശുവിന്റെ മുഖത്തിലുള്ള ദൈവതേജസ്സിന്റെ പരിജ്ഞാനം വിളങ്ങേണ്ടതിന് നിങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രകാശിച്ചിരിക്കുന്നു. ഹല്ലേലൂയ! യേശുവിന്റെ മുഖത്തിലുള്ള പരിജ്ഞാനം വിളങ്ങേണ്ടതിന്, യേശുവിന്റെ മുഖത്തിലുള്ള ദൈവതേജസ്സിന്റെ പരിജ്ഞാനം വിളങ്ങേണ്ടതിന്. അപ്പോൾ നമ്മുടെ കണ്ണ് തുറന്ന് നമ്മൾ കാണേണ്ടത് എന്താണെന്നറിയാമോ? യേശുവിന്റെ മുഖത്തുള്ള ദൈവ തേജസ്സിന്റെ പരിജ്ഞാനം. യേശുവിന്റെ മുഖത്തുള്ള ദൈവ തേജസ്സിന്റെ പരിജ്ഞാനം എന്ന് പറഞ്ഞാൽ, ഇത്രയും നേരം ശിക്ഷിക്കുന്ന പോലെ നിന്ന ദൈവം, ഹല്ലേലൂയ, ന്യായപ്രമാണം നൽകി ചെയ്യരുത്, ചെയ്താൽ ഇന്നതാണ് ശിക്ഷ എന്ന ശിക്ഷാവിധി പറഞ്ഞുകൊണ്ടിരുന്ന ദൈവം ക്രിസ്തുവിലൂടെ ഇപ്പൊ ഇത്ര നേരം ദഹിപ്പിക്കുന്ന അഗ്നിയായിട്ട് നിന്നവൻ, ഇത്രയും നേരം ഹല്ലേലൂയ ആമേൻ ശിക്ഷിക്കുന്ന വടിയായിട്ട് നിന്നവൻ, ഇത്രയും നേരം ഹല്ലേലൂയ ശാസിക്കുന്നവനായിട്ട് നിന്നവൻ, ഇതാ ഇപ്പോ യേശുവിന്റെ മുഖത്തൊരു പ്രകാശം. യേശുവിലൂടെ ഞാൻ കാണുന്നത് ഗ്ലോറി, എന്താ മഹത്വം എന്താണെന്നറിയാമോ? ക്രിസ്തുവിലൂടെ എന്നെ പിതാവിനോട് നിരപ്പിച്ചത് കൊണ്ട് ഇപ്പൊ കർത്താവിന്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ ഞാൻ കാണുന്നത് ആമേൻ ഹല്ലേലൂയ ആമേൻ ദഹിപ്പിക്കുന്ന അഗ്നിയായിട്ടല്ല, തേജസ്സുള്ളവനായി, എന്നെ സ്നേഹിക്കുന്നവനായി. ഹല്ലേലൂയ! തേജസ് എന്ന് പറയുമ്പോൾ അതിനെ ഇങ്ങനെ മനസ്സിലാക്കുക, എന്നെക്കുറിച്ച് എന്നെക്കുറിച്ച് ആമേൻ പ്രസാദിച്ചവനായി, എന്നിൽ പ്രസാദിച്ചവനായിട്ട്, ഹല്ലേലൂയ പ്ലീസ്ഡ്, എന്നിൽ പ്രസാദിച്ച. ഓ ഹല്ലേലൂയ! പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ നേർച്ച കാഴ്ചകളോ, നിങ്ങളുടെ വഴിപാടുകളോ, നിങ്ങളുടെ ഉപവാസമോ, നിങ്ങളുടെ എന്തെങ്കിലും പ്രവൃത്തികളോ പ്രക്രിയകളോ അല്ല നിങ്ങളെ പിതാവിനോട് ചേരുകയും പിതാവ് നിങ്ങളിൽ പ്രസാദിക്കാനും ഇടയായത് യേശുവിന്റെ ക്രൂശ് മരണം. ആകയാൽ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഏത് തരം പാപിയായിക്കോട്ടെ, എത്ര വലിയ കൊടും പാപിയായിക്കോട്ടെ, ചിലപ്പോൾ സ്വന്തം കുടുംബത്തിന് നിങ്ങളൊരു ശാപമാണെന്ന് നാട്ടുകാർ വിധിച്ചേക്കാം, നിങ്ങൾ തന്നെ പറഞ്ഞേക്കാം, നിങ്ങളുടെ വീട്ടുകാർ പറഞ്ഞേക്കാം. ഈ രോഗം ഇനി ഇതിനൊരു ചികിത്സയില്ല, ഒരു ട്രീറ്റ്മെന്റ് ഇതിനില്ല, ഒരു ചികിത്സാവിധി ഇതിനില്ല എന്ന് ഒരു പക്ഷേ പറഞ്ഞ് വിധി എഴുതി കളഞ്ഞൊരു രോഗമായിരിക്കാം. എന്നാൽ ഇവിടെ പറയുന്നത് ദൈവത്തിന്റെ തേജസ് ഇപ്പൊ ഞാൻ യേശുവിന്റെ മുഖത്ത് കാണുക. ദൈവത്തിന്റെ തേജസ് ഞാൻ യേശുവിന്റെ മുഖത്ത് കാണുക. അതായത് എന്നിൽ പ്രസാദിച്ച ദൈവത്തെ ഞാൻ യേശുവിന്റെ മുഖത്ത് കാണുക. ആ തേജസ്സിന്റെ പരിജ്ഞാനം, അതിനെക്കുറിച്ച് എനിക്കൊരു അറിവുണ്ടാണ്. എന്തറിവാണ് ഉണ്ടാകേണ്ടത്? യേശു ക്രിസ്തു മുഖാന്തരം ഞാൻ പിതാവിനോട് നിരപ്പായി. ഹല്ലേലൂയ! പ്രൈസ് ഗോഡ്, പ്രൈസ് ഗോഡ്, പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ! യേശു ക്രിസ്തു മുഖാന്തരം ഞാൻ പിതാവിനോട് നിരപ്പായി. ഹല്ലേലൂയ! പ്രിയപ്പെട്ട, നിങ്ങളുടെ ജീവിതത്തിൽ എത്ര വലിയ പ്രതികൂലങ്ങളെ നിങ്ങൾ ഫേസ് ചെയ്യുന്നെങ്കിലും, നിങ്ങൾ എത്ര വലിയ കൊടും പാപിയാണെങ്കിലും, എത്ര വലിയ രോഗിയാണെങ്കിലും, എത്ര വലിയ ശാപത്തിന് കീഴാണെങ്കിലും, എത്ര വലിയ കടഭാരത്തിന് കീഴാണെങ്കിലും, നിങ്ങളിൽ പ്രസാദിച്ചൊരു ദൈവത്തെയാണ് യേശു നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്. നിങ്ങൾ എന്തെങ്കിലും ചെയ്യണമെന്ന് പറയുന്നവനല്ല ഈ യേശു. യേശു പറഞ്ഞു, ഞാൻ ചെയ്തതിനെ ബിലീവ്.
ആ ചെയ്ത പ്രവൃത്തിയില്ലേ, ദൈവം ചെയ്ത യേശുക്രിസ്തുവിലൂടെ ചെയ്ത പ്രവൃത്തി, ജസ്റ്റ് ബിലീവ് ഇൻ ഇറ്റ്. ആ വിശ്വാസം, ആ ഉറപ്പ് എന്താ കൊണ്ടുവരുന്നേ? ദൈവ തേജസ്സിന്റെ പരിജ്ഞാനം വിളങ്ങേണ്ടതിന്. പരിജ്ഞാനം എന്ത്? എനിക്ക് അറിവുണ്ടാകണം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കൊരു അറിവുണ്ടാകട്ടെ. നിങ്ങൾ കർത്താവിന് വിലയേറിയവരാ. അതുകൊണ്ടാണ് യേശു മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിൽ പറയുക, ആമേൻ, നിങ്ങൾ വിലയേറിയവരാകിയാൽ, നിങ്ങൾ അവയേക്കാൾ വിലയേറിയവരാകിയാൽ നിങ്ങളുടെ പിതാവ് ഹല്ലേലൂയ, നിങ്ങൾ ഇപ്പോൾ വിലയേറിയവരായത് എങ്ങനെയാ? നിങ്ങൾ ദൈവത്തിന്റെ മക്കളായിട്ട് മാറി. എങ്ങനെയാണ്? യേശു ക്രിസ്തുവിലൂടെ. യേശുവേ എന്ന് വിളിച്ചപ്പോൾ ഒരു മതത്തിൽ കൂടെയല്ല, ഒരു സഭയിൽ കൂടെയല്ല, ഒരു പാസ്റ്ററോ അച്ഛനോ തിരുമേനിയോ കൂടിയല്ല, ഇല്ലെങ്കിൽ നിങ്ങൾ ചെയ്ത ഏതെങ്കിലും ചടങ്ങോ ക്രമമോ പ്രക്രിയകളോ പ്രത്യേക ആചാരാനുഷ്ഠാനങ്ങളോ ഇതൊന്നും മുഖാന്തരമല്ല. നിങ്ങൾ പിതാവിനോട് നിരപ്പായത്, നിങ്ങൾ പിതാവുമായിട്ട് ചേർന്ന് വന്നത്, നിങ്ങൾ ദൈവത്തിന്റെ മക്കളായത്, യേശു ക്രൂശിൽ നിങ്ങൾക്ക് വേണ്ടി മരിച്ചു എന്നത് നിങ്ങൾ വിശ്വസിക്കുകയും അതിനെ ഏറ്റുപറയുകയും ചെയ്തപ്പോൾ, അതിനെ വിശ്വാസത്തോടെ നിങ്ങൾ അംഗീകരിക്കുകയും ചെയ്തപ്പോ, നിങ്ങൾ പോലും അറിയാതെ സംഭവിച്ച ഒരു കാര്യമാണ്, നിങ്ങളുടെ സിറ്റിസൺഷിപ്പ് മാറി, നിങ്ങളുടെ കുടുംബ അംഗത്വം മാറി. ആമേൻ. ഹല്ലേലൂയ. പൗരത്വം മാത്രമല്ല, അംഗത്വവും മാറി. നിങ്ങൾ ദൈവത്തിന്റെ ഭവനക്കാരായിട്ട് മാറി, ദൈവരാജ്യത്തിന്റെ സിറ്റിസൺസ് ആയിട്ട് മാറി. പ്രൈസ് ഗാഡ്. നിങ്ങൾ ദൈവ കുടുംബത്തിന്റെ അംഗങ്ങളും ദൈവരാജ്യത്തിന്റെ പൗരന്മാരുമാണ്. പ്രൈസ് ഗാഡ്. അങ്ങനെയാണെങ്കിൽ പൗരന്മാരുടെ കാര്യമെല്ലാം ഈ രാജാവ് നോക്കിക്കോളും, കുടുംബക്കാരുടെ കാര്യമെല്ലാം പിതാവ് നോക്കിക്കൊള്ളും. നിങ്ങൾ എവിടെ പോയാലും അവിടെ പ്രൊവിഷൻ ഓൾറെഡി ദെയർ. നിങ്ങൾ രാജ്യത്തിലാണോ, അവിടെ രാജാവുണ്ട്. നിങ്ങൾ ഭവനത്തിലാണോ, അവിടെ പിതാവുണ്ട്. ആകയാൽ ഹല്ലേലൂയ, നിങ്ങൾ യേശുവേ എന്ന് വിളിച്ചപ്പോ നിങ്ങൾ ഈ രാജ്യത്വത്തിലേക്കും ഈ ഭവനത്തിന്റെയും പാർട്ടായിട്ട് നിങ്ങൾ മാറി. അങ്ങനെ മാറിയപ്പോ അതാണ് പരിജ്ഞാനം. ആ അറിവ് നിങ്ങൾക്കുണ്ടാകണം. എന്ത്? I am a citizen of the kingdom of God. I am a member of the family of God. ഞാൻ ദൈവ ഭവനത്തിന്റെ അംഗവും ദൈവരാജ്യത്തിന്റെ പൗരനുമാണ്. പ്രൈസ് ഗോഡ്. അങ്ങനെ ദൈവരാജ്യത്തിന്റെ പൗരനും ദൈവരാജ്യത്തിന്റെ സിറ്റിസനുമായിട്ട് ഞാൻ മാറിയപ്പോ, ദൈവഭവനത്തിന്റെ അംഗമായിട്ട് ദൈവരാജ്യത്തിന്റെ ആമേൻ പൗരനായിട്ട് ഞാൻ മാറിയപ്പോ, പ്രോമിസ് അവിടെ കിടക്കുക. എൻ്റെ കാര്യമെല്ലാം നോക്കാൻ എന്നോട് വാഗ്ദത്തം ചെയ്തൊരു ദൈവം, ഒരിക്കലും കൈവിടത്തില്ലെന്ന് എന്നോട് വാക്ക് പറഞ്ഞ ദൈവം, എന്നെ ഉപേക്ഷിക്കത്തില്ലെന്ന് വാക്ക് പറഞ്ഞ ദൈവം. ഹല്ലേലൂയ. ഹി ഈസ് ദേർ ഫോർ യു. അവൻ നമുക്ക് വേണ്ടി അവിടെ ഉണ്ട്. പ്രിയപ്പെട്ടവർ, ഹല്ലേലൂയ, ഞാൻ വിളങ്ങേണ്ടതിന് നിങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രകാശിച്ചിരിക്കുന്നു. ഹൃദയങ്ങളിൽ പ്രകാശിച്ചു. എവിടെ? ഹൃദയത്തിൽ. ആ ഇരുട്ടങ്ങോട്ട് മാറി, പ്രകാശം വന്നു ഹൃദയത്തിൽ. എവിടെ? ഹൃദയത്തിൽ. അപ്പോ ഹൃദയത്തിൽ ഇരുട്ട് മാറിയപ്പോൾ എന്താ സംഭവിച്ചെന്നറിയാമോ? ഹല്ലേലൂയ. അതാണ് കൊലോസ്യ ലേഖനത്തിന്റെ 1-ാം അധ്യായത്തിന്റെ 13-ാം വാക്യം എഴുതിയിരിക്കുന്നത്. ദൈവത്തിന്റെ രാജ്യത്തിലാക്കി വെക്കുകയും ചെയ്ത, എന്ത് ചെയ്തു? നമ്മെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് തന്റെ സ്നേഹസ്വരൂപനായ, നമ്മളെ ഇരുട്ടിന്റെ അധികാരത്തിൽ വിടുവിച്ച് തന്റെ സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കി വെക്കുകയും ചെയ്ത പിതാവിന് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുന്നവരാകണം. സന്തോഷത്തോടെ സ്തോത്രം ചെയ്യണം. ആർക്കാണ്? ഇരുട്ടിന്റെ അധികാരത്തിൽ നിങ്ങളെ വിടുവിച്ച് സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കിയ ദൈവത്തിന് നിങ്ങൾ സ്തോത്രം ചെയ്യണം. സ്തോത്രം ചെയ്യാൻ സാധിക്കുന്നപ്പോഴാണ് നമ്മൾ താങ്ക്സ് ഗീവിംഗ് എന്ന സ്തോത്രത്തെ പറയുന്നത്. താങ്ക്സ്. എപ്പോഴാണ് താങ്ക്സ് പറയുന്നത്? നമുക്കൊരു അത്ഭുതം നടന്നു കഴിയും അല്ലേ, നമുക്കൊരു ഉപകാരം ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ താങ്ക്സ് പറയും അല്ലേ. ഇവിടെ പ്രിയപ്പെട്ട ഒരു താങ്ക്സ് പറയും. എന്തിനാണെന്നറിയോ? ഞാൻ ഇത്രയും ദിവസം പ്രാർത്ഥിക്കണം, കർത്താവേ അത്ഭുതം ചെയ്യണമെന്ന്. അപ്പൊ ഇപ്പൊ കണ്ണു തുറന്നപ്പോ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് മാറി ഞാൻ വെളിച്ചത്തിലേക്ക് വന്നപ്പോ എനിക്ക് മനസ്സിലായി, ഞാൻ അത്ഭുതം ചെയ്യണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന വിഷയത്തിൽ അത്ഭുതം നടന്നു കഴിഞ്ഞിരിക്കുക. ഞാനത് അറിഞ്ഞില്ല. അത്ഭുതം നടക്കണേന്ന് വിടുവിക്കണേന്ന് പറഞ്ഞ കാര്യത്തിൽ ഞാൻ വിടുവിക്കപ്പെട്ടിരിക്കുകയായിരുന്നു ക്രൂശിൽ. അത് നടന്നു കഴിഞ്ഞതാ. പക്ഷെ ഇപ്പൊ എന്റെ കണ്ണു തുറന്നപ്പോഴാണ് ഞാനത് കാണുന്നേ. പ്രിയപ്പെട്ടവരെ, ആകയാൽ ഇന്ന് നിങ്ങൾ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ യേശു ക്രിസ്തുവിന്റെ ക്രൂശ് മരണം നിങ്ങളുടെ രോഗത്തെ സൗഖ്യമാക്കി കഴിഞ്ഞു.
യേശുവിൻ്റെ ക്രൂശിലെ മരണം നിങ്ങളുടെ പാപത്തെ കഴുകി കഴിഞ്ഞു. നിങ്ങളുടെ യേശുവിൻ്റെ ക്രൂശിലെ മരണം നിങ്ങളുടെ ദാരിദ്ര്യത്തെ മാറ്റിക്കഴിഞ്ഞു. യേശുവിൻ്റെ ക്രൂശിലെ മരണം നിങ്ങളുടെ നിന്ദയെ മാറ്റിക്കഴിഞ്ഞു. യേശുവിൻ്റെ ക്രൂശിലെ മരണം നിങ്ങളുടെ അവസ്ഥയ്ക്ക് പരിപൂർണ മാറ്റം വരുത്തി കഴിഞ്ഞു. ഹല്ലേലൂയ. എപ്പോഴാണ് കണ്ണ് തുറന്നപ്പോൾ അത് കാണാൻ തുടങ്ങി. ആകയാൽ സ്തോത്രം ചെയ്യാമോ? ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നിങ്ങളിപ്പോൾ ഈ സമയത്ത് തന്നെ ഒന്ന് സ്തോത്രം ചെയ്യാൻ തുടങ്ങി. ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു പ്രോഗ്രാം കാണുന്ന ലാഘവത്തോണ്ടിരിക്കാതെ ബൈബിളൊക്കെ തുറന്നവരുണ്ടെങ്കിൽ ബൈബിൾ ഒന്ന് മടക്കി വെച്ചിട്ട് ഒന്ന് സ്തോത്രം ചെയ്യാൻ തുടങ്ങി. കൈകൾ ഉയർത്തിയാണെങ്കിൽ എങ്ങനെ നിങ്ങളൊന്ന് പ്രൈസ് ചെയ്യാൻ തുടങ്ങി. ഹല്ലേലൂയ. ഒന്ന് സ്തോത്രം ചെയ്യാൻ തുടങ്ങി. കർത്താവിന് നന്ദി പറയാൻ തുടങ്ങി. അത് ചെയ്തു എന്ന ബോധ്യത്തോടെ, കർത്താവിലൂടെ അത്ഭുതം നടന്നു കഴിഞ്ഞുള്ള ബോധ്യത്തോടെ സ്തോത്രം ചെയ്യാൻ തുടങ്ങി. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്, താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ. ഞങ്ങളെ ആമേൻ പുത്രന്റെ രാജ്യത്തിലാക്കി, അഥവാ ഞങ്ങൾക്ക് ഇരുട്ട് മുഖാന്തരം കാണാൻ കഴിയാതെ കടന്നതിന് മുഴുവൻ വെളിപ്പെടുത്തി തന്നതിനായിട്ട് നന്ദി കർത്താവേ, നന്ദി യേശുവേ, നന്ദി യേശുവേ, നന്ദി കർത്താവേ, നന്ദി അപ്പ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നന്ദി കർത്താവേ. ഞങ്ങൾ ഒരുമിച്ച് കർത്താവേ, ഞാൻ ഈ പ്രിയപ്പെട്ടവർക്ക് പ്രാർത്ഥിക്കുന്നു കർത്താവേ, ഇരുട്ട് നിമിത്തം കർത്താവേ, ഹൃദയത്തിന്റെ അന്ധത നിമിത്തം ദൈവം ഒരുക്കിയതിനെ കാണാൻ കഴിയാതിരുന്ന അത്രയും പേരുടെ മേൽ ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ അത്ഭുതത്തെ ഞാൻ കൽപ്പിക്കുന്നു കർത്താവ്. ഇപ്പോൾ തന്നെ ഈ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു മിറക്കിൾ അവരുടെ ജീവിതത്തിൽ നടക്കട്ടെ. ആ രോഗശക്തികൾ അഴിയട്ടെ, ആ ഭാരം മാറട്ടെ, ആ നിരാശ മാറിപ്പോകട്ടെ കർത്താവ്, ആത്മഹത്യ ചിന്ത മാറിപ്പോകട്ടെ. അവൻ ഡിപ്രഷൻ യേശുവിന്റെ നാമത്തിൽ ഹീലാകട്ടെ. തലമുറകളുടെ ഭാവി തുറന്നു വരട്ടെ. അത്ഭുതകരമായി വാതിലുകൾ തുറന്നതിനായി സ്തോത്രം. രോഗക്കിടക്കുകൾ യേശുവിന്റെ നാമത്തിൽ രോഗികൾ സൗഖ്യമാകട്ടെ. പൈശാചിക ബന്ധനങ്ങൾ അഴിഞ്ഞു മാറട്ടെ കർത്താവ്. അത്ഭുതം ചെയ്തു കഴിഞ്ഞതിനായിട്ട് നന്ദി, യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. പ്രിയപ്പെട്ടവരെ, കർത്താവ് അത്ഭുതം ചെയ്തു കഴിഞ്ഞിരിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എത്ര വലിയ ആമേൻ ഹല്ലേലൂയ മോശക്കാരായിരുന്നാലും, എത്ര വലിയ രോഗിയാണെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് ഇപ്പോൾ അത്ഭുതം ചെയ്തിരിക്കുക. നിങ്ങൾ ആകിയാൽ ഹല്ലേലൂയ കർത്താവിന് സ്തോത്രം ചെയ്യുന്നവരാകുവിൻ. നടന്നു കഴിഞ്ഞു. പുതിയ നിയമത്തിലെ പ്രാർത്ഥനയുടെ 2 കാര്യം: 1 ആത്മാവിൽ പ്രാർത്ഥിക്കണം, 2 സ്തോത്രത്തോടെ പ്രാർത്ഥിക്കണം. നിങ്ങൾ സ്തോത്രത്തോടെ പ്രാർത്ഥിക്കാമോ? ഈ ദിവസങ്ങളിൽ തന്നെ നിങ്ങൾ വലിയ അത്ഭുതങ്ങളെ കാണും. ഈ പ്രോഗ്രാം നിങ്ങൾക്ക് അനുഗ്രഹകരമായിരുന്നുവെങ്കിൽ നിങ്ങൾ ഇന്ന് കേൾക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രാർത്ഥന വിഷയങ്ങളുണ്ടെങ്കിൽ നിങ്ങളുടെ കൂടെ പ്രാർത്ഥിക്കാനായിട്ട് ഞങ്ങളും ആഗ്രഹിക്കുന്നു. ദയവായി നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങളും നിങ്ങളുടെ സാക്ഷ്യങ്ങളും ഞങ്ങളുമായിട്ട് പങ്കുവെക്കുക. ഒരുമിച്ച് കർത്താവിൻ്റെ രാജ്യത്തെ പണിയാം. നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ തന്നെ കർത്താവ് അത്ഭുതം ചെയ്തു കഴിഞ്ഞതിനായി സ്തോത്രം ചെയ്യുന്നു. വലിയ സാക്ഷ്യങ്ങളെ നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് ചെയ്തതിനായിട്ട് നന്ദി പറയുന്നു. ഗോഡ് ബ്ലെസ് യു. എല്ലാ നന്മകളാലും കർത്താവ് നിങ്ങളെ നിറയ്ക്കട്ടെ. ആമേൻ, ആമേൻ, ആമേൻ.